ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രയാസങ്ങളോ എതിർപ്പുകളോ അതിനെ തടസ്സപ്പെടുത്തുകയില്ല. വലിയ ക്ലേശങ്ങളുടെ മധ്യത്തിലും അത് ഉറച്ചു നിൽക്കും. ദുഷ്കരവും വിരസവുമായ അനുദിന ജീവിതത്തിൽ അത് സ്ഥിരതയോടെ പ്രവർത്തിക്കും. ദൈവത്തെ സംപ്രീതിപ്പെടുത്താൻ ഒരു കാര്യം മാത്രം മതിയെന്ന് അതറിയുന്നു. ഏറ്റവും ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക. സ്നേഹം, എല്ലായ്പ്പോഴും സ്നേഹം. പരിശുദ്ധമായ സ്നേഹം ഒരിക്കലും വഴിതെറ്റിക്കില്ല. അതിന്റെ പ്രകാശം അതിശയകരമാം വിധം സമൃദ്ധമാണ്. ദൈവത്തിന് അപ്രീതി ജനിപ്പിക്കുന്ന ഒന്നും അത് ചെയ്യുകയില്ല. ദൈവത്തെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നവ ചെയ്യുന്നതിൽ അതിന് നൈപുണ്യമുണ്ടായിരിക്കും. ആർക്കും അതിനെ വെല്ലുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധമായ യാഗം പോലെ അർപ്പിക്കപ്പെടാനും തന്നെ തന്നെ ശൂന്യവൽക്കരിക്കാനും അതിന് സന്തോഷമായിരിക്കും. എത്രമാത്രം നൽകുന്നുവോ അത്രമാത്രം സന്തോഷം അതനുഭവിക്കും. സ്നേഹത്തിന് കഴിയുന്നതുപോലെ അകലെ നിന്ന് അപകടം മണത്തറിയാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. എപ്രകാരം അനാവരണം ചെയ്യണമെന്നും ആരുമായി ഇടപെടണമെന്നും മറ്റും അതിന് നന്നായി അറിയാം. എന്റെ പീഡകൾക്ക് അറുതി വരുകയാണ്. കർത്താവ് വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് ലഭിക്കുന്നു. ഫാദർ ആൻഡ്രാഷ്, ഫാദർ സുപോച്കോ എന്നീ വൈദികരിലൂടെ എനിക്കത് ലഭിക്കുന്നതായി ഞാൻ കാണുന്നു. എന്റെ നിത്യവ്രത വാഗ്ദാനത്തിനു മുൻപുള്ള ധ്യാന സമയത്ത് ഫാദർ ആൻഡ്രാഷിലൂടെ ആദ്യമായി പൂർണ്ണ സമാധാനം എനിക്ക് ലഭിച്ചു. പിന്നീട് ഫാദർ സുപോച്കോയും ആ വഴി തന്നെ എന്നെ നയിച്ചു. കർത്താവിന്റെ വാഗ്ദാനം അങ്ങനെ നിറവേറി. എനിക്ക് സമാധാനം ലഭിക്കുകയും ദൈവവഴികളെ പിന്തുടരാൻ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിച്ചു. ഞാൻ നടക്കുകയല്ല, ഓടുകയാണെന്ന് തോന്നി. പറക്കാനായി എന്റെ ചിറകുകൾ വിടർത്തി. സൂര്യന്റെ അഗ്നിയിലേക്ക് തന്നെ ഞാൻ പറന്നുയർന്നു. അവനിൽ വിലയം പ്രാപിക്കുന്നതുവരെ